ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ 2 എർട്ടിക പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു സാൻട്രോ വന്നിട്ടുണ്ട്, സാൻട്രോ സിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും പരിചയപ്പെടുത്താൻ, അത് കുറച്ച് പാർട്സും സാധനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും സെറ്റിങ് ചെയ്യാണ്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെയും പരിചയപ്പെടുത്താൻ. വണ്ടി ഈ ഒരു കണ്ടീഷനിലാണ് അവർ കൊണ്ടുവന്നത് കേട്ടോ. കോഴിക്കോട് നിന്ന് ഓടിച്ച് കൊണ്ടുവന്ന വണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ. അതിൻ്റെ ഫ്രണ്ട് ബമ്പറായാലും ബാക്ക് ബമ്പറായാലും സെറ്റിങ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ വസ്ത കാര്യങ്ങളൊക്കെ ഇതാണ് AC വാപ്പറേറ്റർ കേട്ടോ. AC-യുടെ ഫ്ലോയും കാര്യങ്ങളൊക്കെ തരുന്നത് ഇതിൻ്റെ വഴി നമ്മുടെ ഇതിലേക്ക് AC ഫ്ലോയും കാര്യങ്ങളൊക്കെ തരും. ഇവിടെ ആയിരിക്കും വാപ്പറേറ്റർ വരുന്നത്. ഇതിൽ കൂളിങ് ചെയ്ത കോയിലുണ്ടാവും. ഈ കോയിൽ വഴി നമുക്ക് കൂളിങ് പുറത്തേക്ക് വരും കേട്ടോ. നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ വണ്ടി. അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സെറ്റിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സ്റ്റീറിങ്ങിൻ്റെ ചാവിയുടെ സെറ്റിൻ്റെ യൂണിറ്റ്, സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു കൺട്രോൾ യൂണിറ്റ്, അതായത് സ്റ്റീറിങ് കൺട്രോൾ യൂണിറ്റ് അല്ല, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, അതേപോലെ തന്നെ സ്വിച്ച് മറ്റേ പൈപ്പിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷൻ, ഫീസ് ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ECM. അപ്പം അങ്ങനെ കാര്യങ്ങൾ. ബമ്പറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്രോസ് ബാറാണ് ഈ സാധനം. ഇതാണ് വണ്ടിയുടെ മാച്ച് അളവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവിടെ നിന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തന്നെ ഇൻസുലേഷൻ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അകത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു കുത്തിനുള്ള ഇറക്കൊക്കെയാണ് അവിടെ പാടത്തേക്ക് പോകുന്നത്. കാരണം അവിടെ വെച്ചാൽ സൈലൻ്റായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളതാണ്. അവിടേക്ക് തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാൻട്രോ സിംഗ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയുടെ അവസ്ഥ, പേച്ചവർക്കും കാര്യങ്ങളൊക്കെ, പുറത്തെ പേച്ചറും കാര്യങ്ങളൊക്കെ അവർ മാക്സിമം ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തുരുമ്പുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ പീസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അടിഭാഗത്തും ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഹോൾസ് ആയിരുന്നു തോന്നുന്നുണ്ട്, അതൊരു പീസ് വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർ. അതിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്യാമറ എന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വിത്ത് LED സെറ്റിങ്. LED ലൈറ്റാണ്, റിവേഴ്സ് ക്യാമറ അല്ല കേട്ടോ, സോറി. ഫോഗ് ലാമ്പ് ഇവിടുന്ന് ക്യാമറ തന്നെയായിരിക്കും. ഫോഗ് ലാമ്പാണത്, പ്രൊജക്ട് ടൈപ്പ് ഫോഗ് ലാമ്പ്. ഫോഗ് ലാമ്പിൽ ചുറ്റും DRL. പിന്നെ ഇത് സ്പോയിലറുണ്ട്, ABS അല്ല, ABS സ്പോയിലർ ഒരെണ്ണമുണ്ട്. വെതർ സ്ട്രിപ്പുണ്ട്, ഇന്നർ ബീഡിങ് ഉണ്ട്. പിന്നെ നമ്മളുടെ എർട്ടികയിലൊക്കെ ഉള്ള മാതിരി തന്നെ മിറർ വന്നിട്ടുണ്ട്. അത് 2 ഉണ്ടാവില്ല, 2 ഉണ്ട്. പിന്നെന്താ അവിടെ മിററിൻ്റെ മിററിന് പിടിപ്പിക്കുന്ന ക്രോമ്. പിന്നെ ഇത് എന്നിട്ട് പ്രൈമറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയിലുള്ള ഉള്ളിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. സീറ്റ് വർക്ക് ഇവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഒരു സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. സാൻട്രോ സംബന്ധിച്ച് നോക്കുമ്പോൾ ബോഡി കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആട്ടോ. നമ്മളുടെ പഴയ വണ്ടികളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ പ്രത്യേകം സ്ട്രോങ് ഉണ്ട്. നമ്മുടെ മാരുതി വണ്ടീനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെയൊക്കെ ബോഡി നല്ല സ്ട്രോങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പഴയ വണ്ടി ആയിരിക്കണം, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതേപോലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് റീസ്റ്റോറും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാൻട്രോമാരുള്ള വണ്ടികൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ എടുത്ത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളൊരു വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 40,000 മാക്സിമം ഒരു 30,000
30,000-ൻ്റെ അടുത്ത് ബഡ്ജറ്റ് ഫുള്ളായിട്ടുള്ള പാർട്സും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ഒരു 30,000-40,000 ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലോൺ ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങാൻ ചിലപ്പോൾ 4 ലക്ഷം രൂപ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കും റീസ്റ്റോറേഷൻ ചെയ്യണ വഴി. അപ്പോൾ എങ്ങനെ വന്നാലും ഈ പിന്നെ ഇപ്പോൾ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. അതിനുശേഷം 20 വർഷമായുള്ള വണ്ടികൾ വീണ്ടും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ബാധ്യതകളും കാര്യങ്ങളൊക്കെ റീസ്റ്റോറേഷൻ വഴി കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള 2 എർട്ടിഗയാണ് ഇത്. പിന്നെ കൂടുതൽ ആര്യ തന്നെ ഉണ്ട്, ആര്യം കൂടി ഉണ്ട്. ആര്യനെ പറ്റി എല്ലാവരും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ആര്യ ഇപ്പോൾ എടുക്കാറില്ല. നമ്മളിപ്പോൾ ഈ 2 വണ്ടി ഉള്ള കാരണം മെയിനായിട്ട് ഓടുന്നത് ഈ 2 വണ്ടിയാണ്. പിന്നെ ലോങ് ഒക്കെ ഓടുന്ന സമയത്താണ് ആര്യ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടി അതന്നെ നമ്മൾ ആര്യ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അനിയൻ പിള്ളേരൊക്കെ. അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കിയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതൊക്കെ പിന്നീട്, ഇപ്പോഴും നല്ല കേട്ടോ, ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മളുടെ 2 എർട്ടിഗ. ഇതിപ്പോൾ നിങ്ങൾക്ക് എർട്ടിഗ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഈക്വാലിറ്റി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ കാച്ചിപ്പള്ളിയുടെ വീട്ടും പേര് അതവിടെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വണ്ടിയും അടിച്ചിട്ടുണ്ട്. മറ്റേ മിറർ ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹെഡ് ലൈറ്റ് സ്മോക്കിങ് ചെയ്തിട്ടുണ്ട്. സ്മോക്കിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ റിഫ്ലക്ടർ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വണ്ടിനെ അടിച്ചിട്ടുണ്ട്. അതായത് 2 വണ്ടി നോക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഏതെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ 2 വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പെട്രോൾ വണ്ടി, അതേപോലെ ഇത് ഡീസൽ വണ്ടി. ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ വണ്ടി 64A2050, ഇത് 52F8034. ഇത് പെട്രോൾ വണ്ടി. എല്ലാവരും എന്നോട് കമൻസ് ചെയ്തിരുന്നു, ചേട്ടൻ പെട്രോൾ വണ്ടി എടുക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇത് നമ്മുടെ അനിയൻ യൂസ് ചെയ്യണ വണ്ടി, ഇത് ഞാൻ യൂസ് ചെയ്യണ വണ്ടി. ഇത് 17 മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗാരേജിക്കൊക്കെ കൂടുതലും കൊണ്ടുപോകുന്നത് ഈ ഒരു വണ്ടിയാണ്, പെട്രോൾ വണ്ടിയാണ്. സംഗതി ഇതും ഏകദേശം 15-16 അടുത്ത് മൈലേജ് കിട്ടും ഡീസൽ വണ്ടി. എന്നാൽ പോലും സൗണ്ട് കുറവാണ് പെട്രോൾ വണ്ടീനെ ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച്. പിന്നെ യാത്രാസുഖം കുറച്ചുകൂടി ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമ്മളുടെ ഈ ഒരു ഡീസൽ വണ്ടിക്കാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കേട്ടോ, അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ വെയിറ്റിൻ്റെ ഒരു ഷിവറിങ് കാര്യങ്ങളൊക്കെ തോന്നിക്കും. പക്ഷെ എന്നാലും ഓടിക്കാനും സൈലൻ്റായിട്ട് ഓടിക്കാനൊക്കെ പെട്രോൾ വണ്ടി നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം 17 മൈലേജ് ഈ വണ്ടിക്ക് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് 17 മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഡീസലിനും കിട്ടുന്നുണ്ട്, 15-16 മൈലേജ് ഡീസലിനും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോൾ വണ്ടി നല്ലൊരു പെർഫോമൻസ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം പെട്രോൾ വണ്ടി എടുത്തു. പിന്നെ ഇത്തിരി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ. നല്ലൊരു വണ്ടിയാണ്. 2013 മോഡൽ വണ്ടിയാണ്. ഇത് 2012 മോഡൽ വണ്ടിയാണ് കേട്ടോ. 2 നമ്മൾ ഈക്വാലിറ്റി ചെയ്തു. അതായത് നമ്മളുടെ എർട്ടിഗ മുന്നത്തെ എർട്ടിഗ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ എർട്ടിഗ മാറ്റി. 2013 ആകുമ്പോൾ അറിയാം നിങ്ങൾക്ക് ടൈപ്പ് 1 വണ്ടിയാണ്, അതിനെ ടൈപ്പ് 2 വണ്ടിയാക്കി. നമ്മളുടെ ടൈപ്പ് 1 വണ്ടിയായിരുന്നു, അതും ടൈപ്പ് 2 ആക്കി മുന്നേ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ വണ്ടി വാങ്ങിയപ്പോൾ നമ്മളിവിടെ നിന്നാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ പുതിയ വണ്ടി വാങ്ങിയെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പോഴേ നമ്മളുടെ 2 എർട്ടിഗ ആയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആര്യ, അതേപോലെ ഇന്ത്യക. അപ്പോൾ വണ്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് നമ്മളിങ്ങനെ വണ്ടികൾ വാങ്ങിയത്. ഇനിയിപ്പോൾ ചിലപ്പോൾ സെയിൽ ചെയ്യാൻ ചിലപ്പോൾ സെയിൽ ചെയ്യാണ്ടിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ എർട്ടിഗ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് എർട്ടിഗ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം 7 സീറ്റ് വണ്ടിയാണ്. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ലേഡീസിന് വേണമെങ്കിലും ഈ വണ്ടി ഓടിച്ച് നടക്കാം. കാരണം വലിയ വലിപ്പം കാര്യങ്ങളൊന്നുമില്ല 7 സീറ്റ് ആയാൽ പോലും. പിന്നെ ഹാർഡൊന്നുമല്ല, സ്മൂത്ത് റണ്ണിങ് കാര്യങ്ങളൊക്കെയാണ്. ആർക്ക് വേണമെങ്കിലും ഹാൻഡിലിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. പിന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. മെയിൻ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഇന്നോവനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. വലിയ മെയിൻ്റനൻസ് എന്ന് പറയാനൊന്നുമില്ല, നല്ലൊരു വണ്ടി. അപ്പോൾ ആ ഒരു കാരണത്താലാണ് എർട്ടിഗ തന്നെ ചൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നോവയും നല്ല വണ്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ആയതുകൊണ്ട് തന്നെ എർട്ടിഗ എന്ന് പറയുമ്പോൾ മൈലേജ് ഇപ്പോൾ 17 മൈലേജ് കിട്ടുമ്പോൾ എർട്ടിഗ നല്ലൊരു വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത്. ഇന്നോവ ആകുമ്പോൾ ഏകദേശം ഒരു 12-13 മൈലേജാണ് കിട്ടുള്ളൂ നമ്മൾക്ക്. ഇതിന് മോഡൽ എർട്ടിഗ പരിചയപ്പെടുത്തി. അതുപോലെ ഇത് വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇത് ഫുൾ റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതേപോലെ നമ്മുടെ ഒരു എർട്ടിഗ റീസ്റ്റോറേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ഇത് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.